وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാ അവരുടെ കിതാബ് ഷിഫ എന്ന പ്രൗഢ ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലെ 3-ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2-ാം എപ്പിസോഡിൻ്റെ തുടർച്ചയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയുള്ള പഠനത്തിലാണ് നമ്മൾ. സൂറത്തു ഖാഫ് സൂറത്തിൻ്റെ തുടക്കത്തിലെ അല്ലാഹു തആല പറയുന്ന ഒരു വാക്യമാണ്, വചനമാണ് ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഇവിടെ അള്ളാഹു സത്യം ചെയ്തു പറയുന്ന ഒരു വാക്കാണ് ഖാഫ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഖാദി ഇയാദ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്, അഖ്സം അല്ലാഹു ബി ഖുവ്വത്തി ഖൽബി മുഹമ്മദ്. ആ ഖാഫ് കൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിൻ്റെ ഖുവ്വത്താണ്. ആ ഖാഫ് ഖൽബ്, ആ ഖൽബിൻ്റെ ഖുവ്വത്ത്, അതാണ് ആ ഖാഫ് കൊണ്ടുള്ള മുറാദ്. കാരണം അത് നുബുവത്ത് ഏറ്റെടുത്തു, റിസാലത്ത് ഏറ്റെടുത്തു, അതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ആ ഖൽബിൻ്റെ ഒരു ശക്തി അല്ലാഹു തആല ശ്ലാഘിക്കുകയാണ്, എടുത്തു പറയാണ്. അൽ ഖിതാബി വൽ മുഷാഹദ. അതുപോലെ വഖീല ഹുവ ഇസ്മുൻ മിൻ അസ്മാഇൽ ഖുർആൻ, ഖുർആൻ്റെ പേരുകളിൽ ഒന്നാണ് ഖാഫ് എന്നൊരു വ്യാഖ്യാനം. വഖീല ഹുവ ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അനേക നാമങ്ങളിൽ ഒന്നാണ് ഖാഫ് എന്ന്. വഖീല ഹുവ ഇസ്മു ജബലിൻ മുഹീത്തുൻ ബിൽ അർദ്, ഭൂമിയെ ചുറ്റി നിൽക്കുന്ന എനിക്കോ നിങ്ങൾക്കോ പരിചയമില്ലാത്ത ഒരു പർവ്വതം, ആ ഖാഫ് മല കണ്ട പൂങ്കാറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പാടി കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു മല ജബലും മുഹീത്തുൻ ബിൽ അർദ്, അതാണ് ഖാഫ് കൊണ്ടുള്ള മുറാദ് എന്നും തഫ്സീറിലുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ്റെ മറ്റൊരു ആയത്താണ്, ഖുർആനിക ആയത്തുകളിലൂടെയാണല്ലോ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നജ്മിലെ 1-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൻ നജ്മിലെ 1-ാമത്തെ ആയത്തിലെ വന്നജ്മി, നജ്മാണ് സത്യം, വാബ് ഖസമാണ്, വന്നജ്മി നജ്മാണ് സത്യം. ഖാല ജാഫർ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാ എന്നവരുടെ വ്യാഖ്യാനം നജ്ം ഖൽബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവ യൻഖതഅൻ ഗൈരില്ല, റസൂലുള്ളാഹിൻ്റെ ഹൃദയമാണ് ആ നജ്മ് കൊണ്ടുള്ള തഫ്സീർ എന്നാണ് മഹാനവറുകളുടെ വ്യാഖ്യാനം. അതുപോലെ സൂറത്തുൽ ഫജ്റിലെ 1-2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന ആയത്തിൽ വൽ ഫജ്ർ, പ്രഭാതമാണ് സത്യം, എല്ലാ ദിവസത്തെയും പ്രഭാതം എന്നൊരു വ്യാഖ്യാനമുണ്ട്. വൽ ഫജ്ർ, അറഫ ദിവസത്തിലെ ഫജറാണ് എന്ന വ്യാഖ്യാനമുണ്ട്. വൽ ഫജ്ർ വൈ ഫജ്രി യൗമി അറഫ. ഇനിയൊരു വ്യാഖ്യാനം വൽ ഫജ്ർ ഹുവ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു യതഫജ്ജറു മിൻഹുൽ ഈമാൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ ഫജ്ർ കൊണ്ട്, കാരണം അവിടെ നിന്നാണ് ഈമാൻ പൊട്ടിപ്പിടരുന്നത്, പൊട്ടി മുളക്കുന്നത് എന്നർത്ഥം. അങ്ങനെ വ്യാഖ്യാനം. ഖുർആൻ്റെ അർത്ഥങ്ങളൊക്കെ അങ്ങനെയാണ്. ലഹു മാനിൻ കമൗജിൽ ബഹർ എന്ന് മഹാനായ ഇമാം ബൂസീരി അദ്ദേഹത്തിൻ്റെ ബുർദയിൽ പറഞ്ഞ പോലെ ഖുർആൻ്റെ അർത്ഥതലങ്ങൾ, അങ്ങനെ അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ സമുദ്രത്തിൻ്റെ തിരമാലകളെപ്പോലെ അതിൻ്റെ വൈവിധ്യവും അതിൻ്റെ ബാഹുല്യവും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ദുഹ, അല്ലാഹു തആല സത്യം ചെയ്തു പറയുന്ന സൂറത്തുൽ ദുഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. തഫضل. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى
فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അഹ്സൻത്, ബറകല്ലാഹു ഫീക്. ഈ ആയത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ദുഹാ എന്ന സൂറത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യം അല്ലാഹു വളരെ വ്യക്തമായിട്ട് തന്നെ വിളിച്ചു പോകുന്നുണ്ട്. അദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു, വഹയി ഒരല്പകാലത്തേക്ക് ഒരു ചെറിയ ഇൻ്റർവൽ വന്നു, വഹയി ഇറങ്ങുന്നതിനിടെ ഫത്ര വന്നു, ഫത്രത്തുൻ ഖിതാ. അള്ളാഹു ഉദ്ദേശിച്ച പല കാരണങ്ങളാണ്. അപ്പോഴേക്ക് മുശ്രിക്കീങ്ങൾ പലതും പറഞ്ഞു തുടങ്ങി. നിന്റെ നാഥൻ, നിന്റെ രക്ഷിതാവ് പടച്ചോൻ ഒഴിവാക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ മറുപടി പറയുന്ന അള്ളാഹുവാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. അള്ളാഹു നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, അങ്ങയോടൊരു വെറുപ്പും അള്ളാഹില്ല. അപ്പോൾ മുശ്രിക്കീങ്ങൾ, സത്യനിഷേധികൾ അള്ളാഹുവുമായുള്ള വഹയിൻ്റെ ബന്ധം മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു തആല അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല. തുടർന്ന് അള്ളാഹു പറയാം വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. അങ്ങക്ക് തൃപ്തിയടയും, അങ്ങയുടെ കണ്ണ് നിറയും, മനം നിറയും, അങ്ങക്ക് ഹൃദയത്തിന് തൃപ്തിയാകും. അങ്ങനെ ഇളയാകുന്നതുവരെ അള്ളാഹു നിങ്ങൾക്ക് അത്വാ നൽകും, അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കും. അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ പറയാം യുഅ്തീകൽ ഹൗദ വൽ കൗസർ വഖീല അഷ്ശഫാഅ. അള്ളാഹു നിങ്ങൾക്ക് തൃപ്തി അടയുന്നത് തരും എന്ന് പറഞ്ഞാൽ ഹൗദും കൗസറും തരും എന്നൊരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം ഷഫാഅത്ത് തരും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അള്ളാഹു തആല ഈ ഷഫാഅത്തിന് അധികാരം കൊടുക്കുമ്പോഴാണ് നബി തങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാവുക. കാരണം ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിലായാൽ അവിടുത്തെ ഹൃദയം തൃപ്തിയാവില്ല. അപ്പോൾ അള്ളാഹു ഹബീബിനോട് പറയും ഇങ്ങൾക്ക് നമ്മൾ തരും, ഷഫാഅത്ത് തരും. അപ്പോൾ ഷഫാഅത്ത് ചെയ്യുമ്പോൾ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ആളുകളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തുൽ ഉദ്മായിലൂടെ അവർ സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഫത്തറുള്ള അങ്ങ് തൃപ്തിയടയും. ഉമ്മത്തിൽ ആരും അവിടെ കിടക്കില്ലല്ലോ, നരകത്തിലില്ലല്ലോ, ഖാലിദായിട്ട് സ്വർഗത്തിലേക്ക് വരുമല്ലോ അവർ വലൗ ബഅദഹീൻ. അപ്പോൾ അവിടുത്തെ ഹൃദയം തൃപ്തിയടയും എന്ന വ്യാഖ്യാനവും ഇവിടെ കാണാൻ കഴിയും. ഇങ്ങനെ ഖുർആനിലൂടെ നമ്മൾ പോകുമ്പോൾ അനേകം ആയത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇമാം ഖാദി ഇയാൾ തങ്ങൾ പറയാ ഹി അർജ ആയത്തിൻ ഫിൽ ഖുർആനിൽ ഉമ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഉമ്മത്തിന് ഏറ്റവും റജാഅ് തരുന്ന ആയത്താണ് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, ഈ പറഞ്ഞ കാരണത്താൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, അവിടുത്തെ സംസാരം അതുപോലും ദൈവ്യപ്രോക്തമാണ്, അഥവാ വഹയിലധിഷ്ഠിതമാണ്. വെറുതെ ആയിട്ട് അവിടെ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്ന സൂറത്തുൻ നജ്മിലെ 3-ാമത്തെ ആയത്ത് വമാ യൻതിഖു അനിൽ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങൾ പറയുന്നതൊന്നും അവിടുത്തെ തന്നിഷ്ടപ്രകാരമല്ല. അള്ളാഹു സാക്ഷ്യപ്പെടുത്തുക, നബി തങ്ങളായിട്ട് വെറുതെ ഒന്നും പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടത്തേക്ക് ബോധനം നൽകപ്പെട്ട, ദിവ്യബോധനം നൽകപ്പെട്ടത് മാത്രമേ അവിടെ നിന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് കിതാബിനെയും സുന്നത്തിനെയും വഹയൈൻ എന്ന് പറയാറുണ്ട്. അൽ വഹയൈൻ, ഖുർആനും വഹയാണ്. നബി തങ്ങൾക്ക് അതിൻ്റെ വ്യാഖ്യാനമായി, അതിൻ്റെ വിശദീകരണമായി അവിടുത്തെ വാക്കുകളിലൂടെ, കൗലിലൂടെ, ഫിഅലിലൂടെ നൽകപ്പെട്ടത്, അഥവാ അവിടുത്തെ സുന്നത്ത്, അതും വഹയിൻ്റെ മറ്റൊരു ഭാഗമാണ്. അൽ വഹയൈൻ എന്ന് പറയും ഖുർആനും സുന്നത്തിനും. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചിതമായ സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്ത് മിഅ്റാജ്, ഇസ്രാഇൻ്റെ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുന്ന അവിടുത്തെ മഹാത്മ്യം എടുത്തു പറയുന്ന ആയത്ത് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ഇസ്രാഇൻ്റെ വിഷയത്തിലേക്ക്, അതുപോലെ അതിനെ തുടർന്ന് വരുന്ന മെഹറാജിൻ്റെ വിഷയത്തിലേക്കൊക്കെ സൂചിപ്പിക്കുന്ന ആയാത്തുകൾ എത്രയോ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അതിലെ ഒന്നാണ് ഇസ്രായേൽ 1-ാമത്തെ ഈ സൂക്തം. ഇസ്രായേൽ നിഷേധിച്ചവൻ സത്യനിഷേധിയാണ്, അവൻ കാഫിറാണെന്ന ഇസ്രായേൽ സംഭവത്തെ. കാരണം ഖുർആനിലെ നസ്സു കൊണ്ട്, ഖുർആനിലെ വ്യക്തമായ പരാമർശം കൊണ്ട് സ്ഥാപിതായ കാര്യമാണ്. അതുപോലെ ആ മിഅ്റാജിൻ്റെ യാത്രയിൽ നബിതങ്ങളുമായുള്ള അനുഭവങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കൂത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ആ കൊണ്ടുപോയ ആ ഭാഗങ്ങളിലൂടെയുള്ള അവിടുത്തെ ആ യാത്രയും അവിടെ നിന്ന് കണ്ട ആയാത്തുകളും പറയുന്ന ഒരുപാട് ആയത്തുകൾ സൂറത്തുൻ നജ്മിലെ 15-18 ആയത്തുകളൊക്കെ ഫൗഹാ ഇലാ റബ്ബിഹി മാ ഔഹാ فأوحى إلى
عبده ما أوحى ما كذب الفؤاد ما رأى أكمل كمل. أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. സൂറത്തുൻ നജ്മിലെ ഈ പരിശുദ്ധമായ ആയാത്തുകളിലൂടെയൊക്കെ ആ മെഹറാജിൻ്റെ യാത്രയിൽ ഇസ്രാഉമത് കഴിഞ്ഞുള്ള മെഹറാജും ആ യാത്രയിലുള്ള അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വലിയ വലിയ അനുഭവങ്ങൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള ആ യാത്ര, അതുപോലെ നബിതങ്ങൾ അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ നിന്ന് വലിയ വലിയ ആയാത്തുകൾ കണ്ടത് ലുരിയഹുമിൻ ആയാത്തിന, നമ്മുടെ ആയാത്തുകൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറഞ്ഞ അതിൻ്റെ വിവിധ തലങ്ങളിലേക്കാണ്. വിശദമായ വിശദീകരണത്തിൽ നമുക്ക് ഈ ഹ്രസ്വമായ പരിപാടിയിൽ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഓരോ ആയത്തിൻ്റെയും തഫ്സീറുകളിലേക്ക് പോകുകയല്ല. ഇവിടെ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ ആയാത്തുകളിലൂടെ നബിതങ്ങളെ മനസ്സിലാക്കാൻ, അവിടുത്തെ അളീമായ ആ ഖദർ, അവിടുത്തെ ഏറ്റവും അനുപമവും നിസ്തുലവുമായ ആ മഹാത്മ്യം അത് കാണിക്കുന്ന ആയത്തുകളിലൂടെയുള്ള ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ ആയത്തുകളിലൂടെയുള്ള ഒരു പാസിംഗ്, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ പുണ്യനബിയെ വാഴ്ത്തി പറയുന്ന അവിടുത്തെ ആ സ്വഭാവത്തെപ്പോലും പറയുന്ന, അതിനെ പ്രകീർത്തിക്കുന്ന ആയത്തുകൾ. സൂറത്തുൽ ഖലമിലെ 4-ാമത്തെ ആയത്ത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ അങ്ങ് അത്യുത്തമമായ വളരെ മഹത്വമേറിയ ഒരു സ്വഭാവത്തിൻ്റെ മേലിലാണ്. വളരെ മഹത്വമേറിയ ഒരു സ്വഭാവം, പുണ്യനബിയുടെ സ്വഭാവത്തിനുള്ള, നമ്മൾ സാധാരണ പറയാറുണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ഖലമിലെ 4-ാമത്തെ ആയത്ത് അതിൻ്റെ അനിഷേധ്യ തെളിവായി, അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റായി ലോകാലോകങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം പുണ്യനബിയുടെ സ്വഭാവത്തിൻ്റെ മഹാത്മ്യങ്ങൾ എടുത്തു പറയുന്ന ഒരു സാക്ഷ്യപത്രമായി സൂറത്തുൽ ഖലമിലെ ഈ 4-ാമത്തെ ആയത്ത് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ സൂറത്തു ത്വാഹ 1-2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. സൂറത്തു ത്വാഹയിലെ ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. ഈ ത്വാഹ എന്ന പദത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ആ കലിമത്തിന് വിശദീകരണങ്ങളുണ്ട്. ഖീല ത്വാഹ മിൻ അസ്മാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ നാമങ്ങളിൽ പെട്ടതാണ് ത്വാഹ എന്ന വ്യാഖ്യാനം ഖാദി അയ്യാൽ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുക. വഖീല ഇസ്മു മിൻ അസ്മാഇല്ല, അള്ളാഹുവിൻ്റെ പേരുകളിൽ പെട്ടതാണ് ഈ ത്വാഹ എന്ന്. വഖാലൽ വാസിതി റഹിമഹുല്ലാഹ് പറയാണ് മാനാഹു യാ ത്വാഹിർ യാ ഹാദി. ത്വാഹ എന്ന് പറഞ്ഞാൽ യാ ത്വാഹിർ എന്നതിൻ്റെ ത്വായും യാ ഹാദി എന്നതിൻ്റെ ഹായുമാണ് ത്വാഹ. ത്വാഹിറും ഹാദിയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ തന്നെയാണ്. അവിടുന്ന് പരിശുദ്ധരാണ്, അവിടുന്ന് നേർമാർഗത്തിലേക്ക് ഹുദയിലേക്ക് ക്ഷണിക്കുന്ന ഹാദിയാണ്. വഖീലഹു അംറും മിനൽ വത്അ ഐ ത്വഹ, നബിയെ കാല് വെക്കൂ, താഴെ വെക്കൂ. വത്അ എന്ന് പറഞ്ഞാൽ കാല് വെക്കുക, നബി അങ്ങ് കാല് സ്റ്റെപ്പ് ഡൗൺ ചെയ്യൂ എന്ന് പറയാണ്. ത്വഹ എന്നതാണ് ത്വാഹ എന്ന വ്യാഖ്യാനം അയാൾ തങ്ങൾ തന്നെ ഉദ്ധരിക്കുക. അങ്ങനെ പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമുൽ ലൈലിൽ തഹജ്ജുദിനായി നിൽക്കുമ്പോൾ അവിടുന്ന് കാല് താഴെ വെക്കുക പോലും ചെയ്യാതെ ദീർഘമണിക്കൂറുകളോളം ദീർഘനേരങ്ങളോളം നിങ്ങൾ ഖിയാമലായി നിൽക്കുമ്പോൾ ഇവിടുത്തെ കാലുകളിലൊക്കെ നീര് വന്ന് വണ്ണം വെട്ടുന്ന ഒരു രംഗമുണ്ട്. നീര് വന്നിട്ട് വണ്ണം കെട്ടുകയാണ്, എന്ന് വെച്ചാൽ വേദനിക്കുകയാണ്. വലം തു സുന്നതമൻ ഹയല്ലലാമ ഇലാ അനിഷ്തകത ഖദമാഹു ദുർറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഖസീദത്തു ബുർദയിൽ മഹാനായ അല്ലാമ ബൂസൂരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാഉൽ ലൈൽ, രാത്രികാലങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രം ഉറങ്ങുക, ബാക്കി സമയം മുഴുവനും ഇബാദത്തുകളിലായി വ്യാപൃതരാകുക. അവിടെ നിന്ന് കാലുകൾ താഴെ വെക്കുക പോലും ചെയ്യാതെ ഖിയാമലായി നിൽക്കുമ്പോൾ അള്ളാഹു പറയാം ത്വഹ, നബിയെ കാല് തറയിൽ വെച്ചോളൂ, അങ്ങ് വിശ്രമിച്ചോളൂ എന്ന് പറയാം. ഏതാണ് ഖിയാമുൽ ലൈലിൽ കാല് താഴെ വെക്കാൻ വിശ്രമിക്കാനുള്ള ഒരു ഓർഡറാണ്, കൽപ്പനയാണ്, സമ്മതമാണ് എന്നാണ് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് സൂറത്ത് ആലു ഇമ്രാൻ 81-ാമത്തെ ആയത്ത്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ
وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ആല ഇമ്രാൻ സൂറത്തിലെ 81-ാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൽ അള്ളാഹു തആല പറയുന്നത് എല്ലാ അമ്പിയാക്കളിൽ നിന്നും മുർസലീങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു ഒരു കരാറെടുത്ത വിഷയമാണ്. എല്ലാ നബിമാരോടും അള്ളാഹു തആല കരാറെടുത്തിട്ടുണ്ട്. അഥവാ ഒരു നബി വരാനുണ്ട്, എനിക്ക് ഒരു നബിയെ ഞാൻ അയക്കാനുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെല്ലാവരും അംഗീകരിക്കൂലേ, സത്യമാക്കൂലേ, വിശ്വസിക്കില്ലേ, അവരെ കൊണ്ട് നിങ്ങൾ തസ്ദീഖ് ചെയ്യില്ലേ എന്ന് ചോദിക്കുകയും അവരൊക്കെയും അത് അംഗീകരിക്കുകയും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ വിശ്വസിക്കണം, അവരെ നിങ്ങൾ സഹായിക്കണം. ഖാല അഖറർതും അലാ ദാലികും നിങ്ങൾ സമ്മതിച്ചില്ലേ, വഅഖദ്തും അലാ ദാലികും ഇസ്രി, ആ വിഷയത്തിൽ എന്നോട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ, സത്യപ്രതിജ്ഞ ചെയ്ത് ഉറപ്പ് തരാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഖാലു, അമ്പിയാക്കളൊക്കെ മുർസലീങ്ങളൊക്കെ പറഞ്ഞു അഖറർനാ ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷത്തിൻ്റെ മുമ്പ് ലോകത്ത് ഏതൊക്കെ അമ്പിയാക്കന്മാർ വന്നോ ആ നബിമാരോടും മുർസലീങ്ങളോടൊക്കെ അള്ളാഹു തആല എടുത്ത ഒരു കരാറാണ്, അഹദ് മീസാഖാണ്. പുണ്യനബിയെ അവരൊക്കെ തസ്ദീഖാക്കുക, ഈമാനാക്കുക എന്നുള്ളത്. ഖൗലുൽ ആയ യതദുല്ലു ഹാദിഹിൽ ആയ അലാ അന്ന അല്ലാഹു തആല ഖദ് അഖദൽ മീസാഖ അലാ കുല്ലി നബിയ്യിൻ മിനൽ അംബിയാ അൻ യുഅ്മിന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുസദ്ദിഖ. മീസാഖ് എന്ന് പറഞ്ഞാൽ അഹദ് വൽ അഖദുൽ മുഅക്കദ് ബിൽ യമീൻ, അഥവാ സത്യം പറഞ്ഞ് ശപഥം ചെയ്തുകൊണ്ടുള്ള അഹദ് മീസാഖാണ്. മഹാനായ അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ കിതാബ് ഷിഫായിൽ പറയാം. അതുപോലെ സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്ത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും وما كان الله ليعذبهم وأنت فيهم. ഹസ്ബുക്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് നബി തങ്ങളെ അങ്ങ് ആ ഉമ്മത്തിൽ സമൂഹത്തിലുള്ള സമയത്ത് വ അന്ത വാവ് ഹാലിയ എന്ന് പറയാം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു ആ ഖൗമിനെ അദാബാക്കൂല, വ അന്ത ഫീഹിം, അങ്ങ് അവയിലുള്ളവർ, അങ്ങ് അവരുടെ കൂട്ടത്തിലുണ്ടാവുമ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ അദാബിന് റാദിയാണ്. അതായത് അള്ളാഹു തആല ആ ഖൗമിനെ നശിപ്പിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ കൂട്ടത്തിൽ പുണ്യനബി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സ്ഥാനം, അവിടുത്തെ മഹാത്മ്യം, അള്ളാഹു അവിടത്തേക്ക് കൊടുത്ത സ്ഥാനം എത്ര വലുതാണ്. അതുപോലെ തന്നെ സൂറത്ത് മറിയമിലെ 1-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് ഹാ യാ ഐൻ സാദ്. ഹസ്ബുക്. സൂറത്ത് മറിയമിലെ 1-ാമത്തെ ഈ ആയത്ത്, അതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഖുർആനിൽ ഹുറൂഫ് മുഖത്ത വെച്ച് തുടങ്ങുന്ന ഒരുപാട് സൂറത്തുകളുണ്ട്. അതൊരു വ്യാഖ്യാനം. ഇനി ഒരു വ്യാഖ്യാനം അല്ലാമ ഖാദി അയ്യാദ് റഹിമഹുല്ലാ കിതാബ് ഷിഫായിൽ പറയുന്ന വ്യാഖ്യാനം, ഈ ഓരോ അക്ഷരങ്ങളുടെയും അവ കുറിക്കുന്ന ദ്യോതിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളും പറയാണ്. ആ കാഫ് കൊണ്ട് അൽ കാഫ് മിൻ കാഫിൻ ഐ കിഫായത്തുല്ലാഹി നബിയ്യി, ഈ വാക്യത്തിലെ ഈ ആയത്തിലെ കാഫ് അത് കാഫിൻ എന്നതിൽ നിന്നുള്ളതാണ്. കാഫിൻ ഐ കിഫായത്തുല്ലാഹി നബി, അല്ലാഹു തആല നബി തങ്ങൾക്ക് കാഫിയാണ്. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ, സൂറത്തു സുമർ 36-ാമത്തെ ആയത്ത്. അതുപോലെ ഹാ എന്ന അക്ഷരം വൽ ഹാ മിൻ ഹാദിൻ ഐ ഹിദായത്തി, ഹിദായത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദിയാണല്ലോ. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, നബി തങ്ങൾ ഹാദിയുമാണ് മഹ്ദിയുമാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിദായത്താക്കി. വജദക ളാല്ലം ഫഹദ വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, സൂറത്തുൽ ഫത്ഹിലെ 2-ാമത്തെ ആയത്ത്. അതുപോലെ യാ എന്ന ഹർഫ് വൽ യാ തഈദുഹു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുക്കുന്ന തഈദാണ്. അയ്യദക ബിനസ്രിഹി, സൂറത്തുൽ അൻഫാൽ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അയ്യദക ബിനസ്രി. അതുപോലെ ഐൻ കുറിക്കുന്നത് വൽ ഐൻ ഐസ്മതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മത്താണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്
സൂറത്തുൽ മാഇദ 67-ാമത്തെ ആയത്ത്. നബി തങ്ങൾക്ക് ഇസ്മത്ത് അല്ലാഹു തആല കൊടുക്കുകയാണ്. അല്ലാഹു യഅസിമുക മിനന്നാസ്, എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്മത്ത്. സൂറത്തുൽ മാഇദ 67. അതുപോലെ സ്വാദ് എന്ന ഹർഫ് കുറിക്കുന്നത് വസ്വാദ് സ്വലാത്തുഹു അലൈഹി. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സൂറത്തുൽ ഹസാബിലെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഈ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന ഈ ഹുറൂഫിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ മഹാത്മ്യവും കുറിക്കുന്ന ആയത്താണ് എന്നാണ് അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാ ഈ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ സൂറത്തു തഹരീമിലെ 4-ാമത്തെ ആയത്താണ് വഇൻ തളാഹറ അലൈഹി وإن تظاهرا عليه فإن الله هو مولاه ഹസ്ബുക് ഫഇന്നല്ലാഹ ഹുവ മൗലാഹ്. അല്ലാഹു തആല അവൻ്റെ ഹബീബുമായുള്ള ആ ബന്ധം, ഫഇന്നല്ലാഹ ഹുവ മൗലാഹു, അവിടുത്തെ യജമാനൻ, അവിടുത്തെ മൗല, അവിടുത്തെ ആശ്രയം എല്ലാം അല്ലാഹുവാണ്. ആ ബന്ധം അല്ലാഹു ഊട്ടി ഉറപ്പിക്കുകയാണ്. സൂറത്തുൽ ഫതഹിലെ ആദ്യ ആയത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന ഫതഹും അവിടുത്തെ മഹാത്മ്യവും എടുത്തു പറയുന്നു. بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. ഹസ്ബുക്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഫതഹ് വിശദീകരിക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. തുടർന്ന് പറയുന്നു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അഥവാ മാ വഖഅ വമാ ലം യഖഅ. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. സംഭവിച്ചതും സംഭവിക്കാതിരിക്കുന്നതും സംഭവിച്ചിട്ടില്ലാത്തതും എല്ലാം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത്, അവിടത്തോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത് ഇതാണ് സൂറത്തുൽ ഫതഹിൻ്റെ ഈ ആദ്യ ആയത്തുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ സൂറത്തുൽ ഫതഹിൽ തന്നെ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ബൈഅത്തുർ റിദ്വാനിലേക്കുള്ള സൂചന, ഇന്നല്ലദീന യുബായിഊനക ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. ഹസ്ബുക്. അള്ളാഹു പറയുന്നു ഇന്നല്ലദീന യുബായിഊനക, നിശ്ചയം നബിയെ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അവർ ചെയ്യുന്നത് അള്ളാഹുവോടുള്ള ബൈഅത്താണ്. ഇന്നല്ലദീന യുബായിഊനക, നിശ്ചയം നബിയെ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അവർ ബൈഅത്ത് ചെയ്യുന്നത് അങ്ങയോടല്ല, സത്യത്തിൽ അങ്ങയോട് മാത്രമല്ല, ഇന്നമാ യുബായിഊന അല്ലാഹ്, അവർ അള്ളാഹുവോട് തന്നെയാണ് ബൈഅത്ത് ചെയ്യുന്നത്. സൂറത്തുൽ അൻഫാലിലെ 17-ാമത്തെ ആയത്തിൽ വമാ റമൈത ഇദ് റമൈത وما رميت إذ رميت ولكن الله رمى. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എറിയുന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ്. അള്ളാഹു പറയാം വമാ റമൈത ഇദ് റമൈത, നബിയെ അങ്ങ് എറിയുമ്പോൾ അങ്ങല്ല എറിഞ്ഞത്, വലാകിന്ന അല്ലാഹ റമ, അള്ളാഹു എറിഞ്ഞത്. അപ്പോൾ നബി തങ്ങളുടെ ഏറ് പോലും അത് അള്ളാഹു ഏറ്റെടുക്കുകയാണ്, അത് അള്ളാഹു എറിഞ്ഞതാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു അബദിന്, ഒരു സൃഷ്ടിക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സ്ഥാനം അത് എത്ര വലുതാണ് എന്ന് ഈ ആയത്ത് കാണിക്കുന്നു. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ കൗസർ, ആ സൂറത്ത് മുഴുവനും പുണ്യ ഹബീബിൻ്റെ മഹാത്മ്യമല്ലേ വിളിച്ചു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ അങ്ങക്ക് നാം കൗസർ നൽകി എന്ന് പറഞ്ഞാൽ അത് അളവറ്റ, ഒരിക്കലും സീമകളില്ലാത്ത, പരിധികളില്ലാത്ത നിഅമത്ത് എന്ന് ഒരർത്ഥം. വേറെ തഫ്സീർ ഹൗദുൽ കൗസറാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി തങ്ങളെ അങ്ങയെ വേദനിപ്പിക്കുന്നവർ, അങ്ങയെ വെറുപ്പിക്കുന്നവർ, അങ്ങയോട് മോശം വാക്കുകൾ പറയുന്നവർ, അവനാണ് വാലറ്റവൻ, അവനാണ് നശിച്ചവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുഷിച്ച ഒരു വർത്തമാനം പറഞ്ഞവനെ അള്ളാഹു നേരിട്ട് ശപിക്കുക. നബി തങ്ങൾ മറുത്തൊന്നും പറയുന്നില്ല, ഇഷ്ടക്കേട് പറയുന്നില്ല. അവന് കൊടുക്കേണ്ട കണക്കിനും ഉരുളക്കുപ്പേരി പോലെ അവനോടുള്ള മറുപടി പറയുന്നത് ആ ശാപവാക്കുകൾ ചൊരിഞ്ഞ, മോശവാക്കുകൾ പറഞ്ഞ അവനോട് തിരിച്ചു മറുപടി പറയുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്.
അതുപോലെ ഒരുപാട് ആയത്തുകൾ സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്ത് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി ولقد آتيناك سبعا من المثاني والقرآن العظيم ഹസ്ബുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മഹാത്മ്യങ്ങളും ശ്രേഷ്ഠതകളും സ്ഥാനമഹാത്മ്യങ്ങളും പറയുന്ന ആയത്തുകളാണ്. അങ്ങേക്ക് മഥാനി നൽകിയ സബഉൽ മഥാനി എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. വൽ ഖുർആനൽ അദീം, പരിശുദ്ധ ഖുർആനും നൽകി. അതുപോലെ സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ മനുഷ്യരാശിക്കും മർത്യകുലത്തിനും ദൂതരാണെന്ന് പറയുന്ന വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. മുഴുവൻ മനുഷ്യവർഗങ്ങളിലേക്കും, അറബികളിലേക്കെന്ന് മാത്രമല്ല, മക്കക്കാരിലേക്കെന്ന് മാത്രമല്ല, അറബികളിലേക്കെന്നോ ഏതെങ്കിലും ജനവിഭാഗങ്ങളിലേക്കെന്നോ മാത്രമല്ല, മുഴുവൻ മർത്യകുലത്തിലേക്കുമുള്ള ദൂതരാണ് എന്ന് പറയുന്നു. സൂറത്തുൽ അറാഫിലെ 158-ാമത്തെ ആയത്തിൽ ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഹസ്ബുക്. എല്ലാ മനുഷ്യരിലേക്കുമുള്ള റിസാലത്ത്, അതാണ് ഈ ആയത്തിൻ്റെ വ്യക്തമായ അതിൻ്റെ പ്രഘോഷണം. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ ഓരോ മുഅ്മിനീനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭേദ്യമായ ബന്ധം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഹസ്ബുക്. അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലെങ്കിൽ തങ്ങളുമായി വിശ്വാസികൾക്കുള്ള ബന്ധമാണ് പറയുന്നത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളെക്കാൾ മുഅ്മിനീങ്ങളുമായുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, പുണ്യനബിയുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാരുമാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരുമാണ്. ഉമ്മുൽ മുഅ്മിനീൻ എന്ന പരിശുദ്ധമായ ആ അഭിധാനത്തോടെ വിശേഷണത്തോടു കൂടിയാണ് പ്രവാചക പത്നിമാരൊക്കെ തന്നെ അറിയപ്പെടുന്നത്. സൂറത്തുൽ ഹുജറാത്തിലെ അനേകം ആയത്തുകൾ പുണ്യനബിയുടെ മഹാത്മ്യം, അള്ളാഹു അവിടത്തേക്ക് കൊടുത്ത സ്ഥാനം, എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനുഷ്യർ പെരുമാറേണ്ടത് എന്ന്, അവരോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മര്യാദക്കുറവ്, എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും പുണ്യനബിയോടുള്ള പെരുമാറ്റത്തിൽ മറ്റ് സൃഷ്ടികൾക്ക്, മറ്റ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുമ്പോൾ അത് ഇടപെടുന്നത് അള്ളാഹുവാണ്. ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്ക് പോകുകയല്ല, ആയത്തുകൾ മാത്രം ഒന്ന് പറഞ്ഞ് ഓതിപ്പോകുന്നു. സൂറത്തുൽ ഹുജറാത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഇലാ ആഖിരിൽ ആയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്താണ് സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഹസം ഇപ്പോൾ ഓതിയത്. അതിനകത്ത് അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. നേരത്തെ പല ആയത്തുകളിലും നമ്മൾ കണ്ട അതേ പാറ്റേണാണ്. ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹിൻ്റെയും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ ലാ തുഖദ്ദിമു വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ അതേ കിടയിലാണ്. അള്ളാഹുവിനോട് ശരീക്കല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലുമല്ല. അള്ളാഹു ഇലാഹാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാണ്. എന്നാൽ അള്ളാഹു തആല പറയുന്നത് ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അപ്പോൾ ആ ഒരു സ്ഥാനം അള്ളാഹു കൽപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തും يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഓ വിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയാം ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ ശബ്ദം ഉയർത്തരുത്.
ഫൗഖ സൗത്തിൻ നബി, എൻ്റെ ഹബീബിൻ്റെ ശബ്ദത്തിൻ്റെ മേലെ നിങ്ങളുടെ ശബ്ദം പോകരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ തമ്മിൽ വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഒരാളെക്കാൾ ശബ്ദത്തിൽ മറ്റേയാൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഉമർ അബൂബക്കറുമായോ റളിയല്ലാഹു അൻഹു അലാ സബീലിൽ മിസാൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ശബ്ദം വോളിയം ഉയരുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ നിങ്ങൾ തമ്മിലിട്ടോ. എൻ്റെ ഹബീബിൻ്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പൊങ്ങാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ഇഷ്ടക്കേട് കാണിച്ചിട്ടില്ല. ആരുടെങ്കിലും ശബ്ദം ഉയർത്തുമ്പോൾ ഞാൻ നബിയല്ലേ റസൂലല്ലേ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇല്ല. അള്ളാഹിൻ്റെ ഹബീബ് പറയാനുള്ള അള്ളാഹു തആലാക്ക് വേണ്ടി ആ കാര്യം അഡ്വക്കേസി കേൾക്കുന്നത് അള്ളാഹുവാണ്. ഹബീബിന് വേണ്ടി അള്ളാഹു പറയാണ്, ഹബീബ് പറയേണ്ടത് അള്ളാഹ് പറയാണ്. ലാ തജ്ഹറു ലഹു വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ തമ്മിൽ പറയുന്ന പോലെ ഒച്ച വെച്ച് വർത്താനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശഊറൂൻ, നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുന്ന അള്ളാഹ് പറയുന്നത്. അമലുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, സക്കാത്ത്, ഇതൊക്കെ കർമ്മങ്ങൾ ആർക്കു വേണ്ടി ചെയ്തതാ? അള്ളാഹു തആലാക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ. അമലുകളൊക്കെ അള്ളാഹുവിനക്ക് വേണ്ടി, ഇബാദത്തുകളൊക്കെ. അപ്പോൾ അള്ളാഹു പറയാം, നിങ്ങൾ എൻ്റെ ഹബീബിനോട് സംസാരിക്കുമ്പോഴേ ഒച്ച കൂട്ടി പറഞ്ഞാൽ, വോള്യം കൂട്ടി സംസാരിച്ചാൽ നിങ്ങൾ നിസ്കരിച്ചത് നോമ്പ് പോറ്റൊന്നും വേണ്ടാന്ന് ഞാൻ വെക്കും. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശഊറൂൻ, നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകളും നിങ്ങളുടെ ഇബാദത്തുകളും അനുഷ്ഠാന കർമ്മങ്ങളും മുഴുവനും തൊട്ടിലായി പോകും, മുഴുവനും അസാധുവായി പോകും. ഒന്നും എനിക്ക് വേണ്ടെന്ന് വെക്കും, ഞാൻ സ്വീകരിക്കില്ല. കാരണം എന്താ? കുറ്റം എന്താ? അള്ളാഹുവോട് ചെയ്ത കുറ്റമല്ല. നിസ്കാരത്തിലോ നോമ്പിലോ ഹജ്ജിലോ ഉംറയിലോ വന്ന ഭംഗമല്ല, തെറ്റല്ല, കുറ്റമല്ല, കുറവല്ല, ന്യൂനതയല്ല. ഹബീബിനോട് സംസാരിക്കുമ്പോൾ ഒച്ച കൂട്ടി എന്നുള്ളതാണ്, ശബ്ദം കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം, മഹാത്മ്യം എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വലിയ ഒരു തെളിവ് ദൃഷ്ടാന്തം ആയത്തിൽ തന്നെ ഇല്ലേ? സൂറത്തുൽ ഹുജറാത്തിലെ അടുത്ത ആയത്ത് നോക്കൂ. الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സൂറത്തുൽ ഹുജറാത്തിലെ 3-ാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ ഓതി കേട്ടത്. അള്ളാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവർ ഇന്നല്ലദീന, നേരത്തെ പറഞ്ഞ 2-ാമത്തെ ആയത്തിൽ ശബ്ദം ഉയർത്തരുത് എന്നുള്ള ആഹ്വാനമാണ്, കൽപ്പനയാണ്, നിരോധനമാണ്, ഉണർത്തലാണ്. എങ്കിൽ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ, നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരില്ലേ, അവർ അള്ളാഹു തആലയുടെ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ്. ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം. സംസാരം പതിയെ സംസാരിക്കുന്നവർ റബ്ബിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകളാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുണ്ട്, അവർക്ക് വലിയ കൂലിയുണ്ട്. അവർ ചെയ്ത അനുഷ്ഠാനം എന്താ, കർമ്മം എന്താ? അവർ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സംസാരം സ്വരം താഴ്ത്തി വോളിയം കുറച്ച് വർത്താനം പറഞ്ഞു എന്നുള്ളതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാനുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റ് പോലും, ആ പെരുമാറ്റച്ചട്ടം പോലും, ഇന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പോലും ഡിഫൈൻ ചെയ്യുന്നത് അള്ളാഹുവാണ്, ഖുർആനാണ്. അതിലപ്പുറം ഇനി എന്ത് തെളിവ് വേണം നമുക്ക് പുണ്യനബിയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ? സൂറത്തുൽ ഹുജറാത്തിൽ അടുത്ത ആയത്ത് കൂടി നിങ്ങളത് കേട്ടു നോക്കൂ. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാതി അക്സറുഹും ലാ യഅഖിലൂൻ. കമ്മിൽ ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. സൂറത്തുൽ ഹുജറാത്തിലെ 4-5 ആയത്തുകളാണ് ഇവിടെ സഹോദരൻ ജലീസ്, എൻ്റെ ജലീസ് ഓതിയത്, കേൾപ്പിച്ചത്. അതിൽ അല്ലാഹു തആല പറയുന്നത് ചില സംഭവത്തിലേക്കുള്ള സൂചനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉച്ച സമയത്ത് അവിടുത്തെ വീട്ടുകാർക്കൊപ്പം, അവിടുത്തെ ഭാര്യമാർക്കൊപ്പം ഉച്ചമയക്കത്തിലോ ചെറിയ വിശ്രമത്തിലോ ആണ്. ആ സമയത്ത് നബിതങ്ങളെ കാണാൻ വേണ്ടി ആരോ വന്നു. അവർ ഹുജറാത്തിനപ്പുറം നബിതങ്ങളെ വിളിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നതാണ്, നിങ്ങൾ വരുമോ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ചെയ്തുമില്ല. ഒരു അക്ഷമയോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ ഒരു പ്രയാസമോ പൊറുതികേടോ ഇഷ്ടക്കേടോ കാണിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അള്ളാഹു ആയത്തിറക്കുകയാണ്, ക്ഷമിക്കണമായിരുന്നു അവർ. നിശ്ചയം ആ കൂട്ടർ യുനാദൂനക മിൻ വറാഇൽ ഹുജറ, ഹുജറാത്തിൻ്റെ ബാക്കുകളിൽ നിന്ന്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂമുകൾ, അവിടുത്തെ വിശ്രമ മുറികളാണ്, അവിടുത്തെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അങ്ങേ വിളിക്കുന്നവർ അവർ വിവരക്കേടാണ് ചെയ്തത്. അക്സറുഹും ലാ യഅഖിലൂൻ, ബുദ്ധിമോശമാണ് അവർ ചെയ്തത്. വലൗ അന്നഹും സബറു, അവർ കാത്തിരുന്നെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, അങ്ങ് സ്വയം ഇഷ്ടപ്രകാരം അങ്ങയുടെ വിശ്രമം കഴിഞ്ഞോ മറ്റോ അങ്ങ് ഇറങ്ങി വരുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു അവർ.
അങ്ങനെ കാത്തിരുന്നുവെങ്കിൽ ലക്കാന ഖൈറല്ലഹും, അതായിരുന്നു അവർക്ക് ഉത്തമം. പക്ഷേ അവർ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതായതുകൊണ്ട് അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പുറത്തു കൊടുത്തു. ഇമേലിൽ ആവർത്തിക്കരുത് എന്നർത്ഥം. ഇങ്ങനെ നബിതങ്ങൾ അവിടുത്തെ ഭാര്യമാരുമായി ഇവിടുത്തെ കുടുംബിനികളുമൊത്ത് വിശ്രമിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് നിന്ന്, വീടിൻ്റെ പടിവാതിൽക്കൽ നിന്നോ വീടിൻ്റെ പിറകുവശത്ത് നിന്നോ വിളിച്ചവർക്ക് അതിലുള്ള തെറ്റുപോലും ചൂടിപ്പിക്കുന്നത് അള്ളാഹുവാണ്, സൂചിപ്പിക്കുന്നത്, തുറന്നു പറയുന്നത് അള്ളാഹുവാണ്. അവർ കാത്തിരിക്കണം. എൻ്റെ ഹബീബ് വിശ്രമിക്കുമ്പോൾ വിളിച്ചു ഉണർത്തുകയോ വിളിച്ചു വരുത്തുകയോ പാടില്ല, കാത്തിരിക്കണം. വലവന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഉത്തമം. ഇങ്ങനെ നമുക്ക് ചെറുതൊന്നും തോന്നിപ്പോകുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു തആല അതിഗൗരവതരമായിട്ടാണ് കാണുന്നത്. അവൻ്റെ ഹബീബിൻ്റെ കാര്യത്തിലാകുമ്പോൾ എത്രത്തോളം വലിയ കരുതലും എത്രത്തോളം വലിയ ബഹുമാനവും എത്രത്തോളം വലിയ സ്ഥാനവുമാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു കൊടുക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ നമ്മൾ കാണും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ അനേകം സ്ഥലങ്ങളിൽ അനേകം ആയത്തുകളിലുള്ള 50 ആയത്തുകൾ മഹാനായ അല്ലാമ ഖാദി അയ്യാദ് അദ്ദേഹത്തിൻ്റെ കിതാബ് ശിഫയുടെ ഭാഗത്തിൽ ചർച്ചയിൽ പറഞ്ഞത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത് വേണ്ട വിധം ഖുർആനിലൂടെ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് ഉൾക്കൊണ്ട് ആ അർത്ഥത്തിലും അളവിലും അവിടുത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം, ശീലിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വജസാക്കുമുല്ലാഹു ഖൈറ.